ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ്. സഖാവേ, ഈ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയിൽ തൃപ്തിയല്ല എന്ന് വളരെ വ്യക്തമായി പറയുകയും തന്റെ മാനുഷികമായ അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല കോടതിയിൽ എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തൊരു പ്രതികരണമാണ് ഇന്ന് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കേരളത്തിനോട് പങ്കുവച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ആദ്യമായി അതിജീവിത എന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്. അവരുടെ അതിധീരമായ അസാധാരണമായ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീകൾക്ക് തുല്യ അവകാശത്തോടുകൂടി സ്വതന്ത്രരായി നിർഭയരായി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി കേരളം മാറണം എന്നാഗ്രഹിക്കുന്നവരെല്ലാം അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച കേസിലുണ്ടായിരിക്കുന്ന വിധി നമ്മളെല്ലാം ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്തതാണ്. അതിജീവിതയുടെ അഭിപ്രായവും അത് തന്നെയാണ് എന്ന് നമുക്കറിയാം. ഇത് സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട്. അതിലേക്കെല്ലാം കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നത് വളരെ വ്യത്യസ്തമായ മറ്റൊരു വിധി പ്രസ്താവനയുടെ അനുഭവമാണ്. ബാബറി മസ്ജിദ് ധ്വംസിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ദീർഘകാലത്തെ വിചാരണയ്ക്ക് ശേഷം സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് ബാബറി മസ്ജിദ് ധ്വംസനം നടത്തിയ തെറ്റാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ബാബറി മസ്ജിദ് തകർത്തവർ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി അന്ന് ധീരമായി ഒരു പ്രസ്താവന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിക്കുകയുണ്ടായി. അത് ഒരു വിധി പ്രഖ്യാപനം നടന്നു, പക്ഷെ നീതി നടപ്പാക്കാൻ സഹായകമായ വിധിയല്ല ഉണ്ടായത് എന്നാണ് അന്ന് പറഞ്ഞത്. അതുപോലെ ഈ സംഭവത്തിലും ഇപ്പോൾ ഒരു വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിൽ കുറെ പ്രതികളെ കുറെ നാളത്തേക്ക് ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന അനുഭവമാണുള്ളത്. അത് അതിജീവിത തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ, ഈ കേസ് പിന്തുടർന്ന ജനങ്ങൾക്കെല്ലാം തോന്നിയ അതേ കാര്യമാണ്. വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി ധീരയായ ഈ യുവ കലാകാരി ഇപ്പോൾ പറഞ്ഞത്. ആ കലാകാരിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു, ഈ വിധിയിൽ അതൃപ്തിയുണ്ട്, അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നീതിപൂർവകമായ ഒരു വിധി നേടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും അപ്പീൽ പോകാൻ സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ആ പ്രവർത്തനങ്ങളിലൂടെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന ഒരു വിധി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിജീവിതയോടൊപ്പം നിൽക്കാൻ ധീരത കാണിക്കുന്ന എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും ഞാനും ഐക്യപ്പെടുന്നു. ശരി, വളരെയധികം നന്ദി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആ നീതി പോരാട്ടത്തിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി അവൾക്കൊപ്പം എന്നും നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.